വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഹൃദയത്തിലെത്തിയ വണ്ടൂരിന് നന്ദി. വണ്ടൂർ ബ്യൂട്ടി മാർക്കിന്റെ 1ാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും. ഷോറൂം സന്ദർശിക്കൂ, സമ്മാനങ്ങൾ നേടൂ. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസന പദ്ധതി രേഖ ലീപ് പൊതുജനസമക്ഷം സമർപ്പിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ AP അനിൽകുമാർ MLA പദ്ധതി രേഖയുടെ സമർപ്പണം നടത്തി. പഴയ ഒരു ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച സ്ഥല പരിമിതി കൊണ്ടും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും അത് പ്രത്യേകിച്ച് കെട്ടിടങ്ങളുടെ അഭാവം കൊണ്ടും ഷിഫ്റ്റ് സമ്പ്രദായം അടുത്ത കാലം വരെ തുടർന്നു പോരേണ്ടി വന്ന വിദ്യാലയമായിരുന്നു നമ്മുടെ വിദ്യാലയം. പക്ഷെ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ, സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ കൂടുതൽ ക്ലാസ് മുറികളും സൗകര്യങ്ങളും നമുക്ക് ലഭ്യമായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഒരു പ്രയാസം നമുക്ക് ഇന്ന് മാറി. അപ്പോൾ പഴയകാലത്തെ വിദ്യാലയത്തിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗേൾസ് ഹൈസ്കൂൾ ഒരുപാട് മുന്നോട്ട് പോകും. ഇന്ന് അത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ സ്വാഭാവികമാണ് നമ്മുടെ സൗകര്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതോ പിന്നീട് നമുക്ക് ആവശ്യങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികം. അപ്പൊ ഇനി നമുക്ക് പഴയ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ സ്ഥലപരിമിതി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വികസന രേഖയാണ് ഇവിടെ ഒരു പദ്ധതി മനസ്സിൽ കണ്ടുകൊണ്ട് 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട്, അങ്ങനെ 2030 വരെയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അടുത്ത 5 വർഷം സ്കൂളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളാണ് രേഖയിലുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളിലും പാഠ്യപാഠ്യേതര രംഗത്തും സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് PTA-യും SMC-യും ചേർന്ന് വികസന രേഖ തയ്യാറാക്കിയത്. ഒരു പൊതുവിദ്യാലയത്തിന് സാധ്യമാകുന്ന പരമാവധി ഉന്നമനമാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. 4 ഘട്ടങ്ങളിലായാണ് പദ്ധതി പൂർത്തീകരിക്കുക. 1ാം ഘട്ടത്തിൽ ക്ലാസ് മുറികളുടെ നവീകരണവും സൗന്ദര്യവൽക്കരണവും നടത്തും. 2ാം ഘട്ടത്തിൽ ലാബുകളുടെ ആധുനികവൽക്കരണവും സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണവും നടത്തും. 3ാം ഘട്ടത്തിൽ ഓഡിറ്റോറിയം, ഇൻഡോർ സ്റ്റേഡിയം എന്നിവയും 4ാം ഘട്ടത്തിൽ പുതിയ ക്ലാസ് മുറികളുടെ നിർമ്മാണം, സ്കൂൾ മൈതാനം എന്നിവയും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. 1ാം ഘട്ടം 6 മാസം കൊണ്ട് പൂർത്തിയാക്കും. മറ്റു ഘട്ടങ്ങൾ യഥാക്രമം 1 വർഷം, 2 വർഷം, 5 വർഷം എന്ന കാലയളവിൽ പൂർത്തീകരിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന, വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC കുഞ്ഞിമുഹമ്മദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അനിൽ നിരവിൽ, VK തങ്ങൾ, PT ജബീബ് സുക്കീർ, ഷിഹാബുദ്ദീൻ, ഗിരീഷ് പൈക്കാടൻ, വിവിധ സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ച് KT സലീം, ഉമ്മർ തുറക്കൽ, N മക്ബൂൽ, A സബാഗ്, ഉണ്ണികൃഷ്ണൻ, മുരളിക്കാപ്പിൽ, അഷ്റഫ് പാറശ്ശേരി, P അരുൺ, M സുബൈർ, DEO SMC ചെയർമാൻ CM ജയപ്രകാശ്, പ്രിൻസിപ്പൽ O വിനോദ്, CTP ഉണ്ണിമൊയ്തീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. എല്ലാവിധ റണ്ണിംഗ് മെറ്റീരിയൽസിനും ഡ്രസ് കോഡുകൾക്കുമായുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ നമ്മുടെ വണ്ടൂരിലും. പരാഗ് ഫാഷൻ നിയർ മൈജി ഷോറൂം, കാളികാവ് റോഡ്, വണ്ടൂർ. ഇളങ്കൂറിന് പൊൻതിളക്കമേകി അണിഞ്ഞൊരുങ്ങുന്നു ഹായ ഗോൾഡൻ ഡയമണ്ട്സ്. ഉദ്ഘാടനം 2025 ഏപ്രിൽ 13 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു.